മഷിപ്പേനയും നീലക്കടലാസും പാർട്ട് 4 കടക്കാം. വിവേകിൻ്റെയും വിശ്വനാഥൻ മുതലാളിയുടെയും പെട്ടെന്നുള്ള വരവ് തറവാട്ടിൽ വലിയൊരു നിശബ്ദത പടർത്തി. നാണുനായർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കിടന്ന് പുകയുന്നതുകൊണ്ട് ശേഖരൻ തമ്പിയുടെ മുഖത്ത് പതിവുള്ള സ്വീകരണത്തിൻ്റെ ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയ വിശ്വനാഥൻ മുതലാളി ചടുലമായി ചുവടുകൾ വെച്ച് തമ്പിയുടെ അരികിലേക്ക് വന്നു. തമ്പി, നമ്മൾ തമ്മിലുള്ള ബന്ധം തകർക്കാൻ ടൗണിലെ ചില ശത്രുക്കൾ നാണുവിനെ പോലെയുള്ളവരെ കരുവാക്കുകയാണെന്നും ഞങ്ങളുടെ ബിസിനസ് തകർക്കാൻ ചിലർ പടച്ചുവിട്ട കഥകളാണ് നാണു ടൗണിൽ നിന്ന് കേട്ടതെന്നും അദ്ദേഹം തമ്പിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വിവേകാകട്ടെ നാണുനായരെ നോക്കി കണ്ണു ചുവപ്പിച്ചുകൊണ്ട് തമ്പുരാനോട് വളരെ വിനയത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അച്ഛാ, മീര എനിക്ക് ജീവനാണ്. അവളെ നന്നായി നോക്കാൻ എനിക്കറിയാം. ഈ നാട്ടിലെ ആരോ ഒരാൾ നാണുവിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് വിവേക് പറഞ്ഞു. തമ്പിയുടെ മനസ്സ് വീണ്ടും സംശയത്തിലായി. വിവേകിൻ്റെ കുടുംബ പശ്ചാത്തലവും അവരുടെ പണവും നാണുനായർ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു യുദ്ധം തന്നെ സൃഷ്ടിച്ചു. ഒടുവിൽ താൻ ഉറപ്പിച്ച കല്യാണത്തിൽ നിന്നും അത്ര പെട്ടെന്ന് പിന്മാറാൻ ശേഖരൻ തമ്പിയുടെ തറവാട്ട് പ്രമാണി എന്ന അഹങ്കാരം അനുവദിച്ചില്ല. നാണു, നീ കേട്ടത് വെറും കിംവദന്തികളാണ്. വിവേകിൻ്റെ ശത്രുക്കളായിരിക്കാം നിന്നെ അടിക്കാൻ വന്നത്. വിവേകിനെ എനിക്ക് നന്നായി അറിയാം. അടുത്ത ആഴ്ച നിശ്ചയം തറവാട്ടിൽ വച്ച് തന്നെ നടക്കും എന്ന് തമ്പി പ്രഖ്യാപിച്ചു. അത് കേട്ടതും അകത്തെ മുറിയിലിരുന്ന മീരയുടെ ലോകം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതുപോലെ തോന്നി. അവൾ ഉടൻ തന്നെ ആരും കാണാതെ വായനശാലയുടെ ഭാഗത്തേക്ക് ഓടിച്ചെന്നു. അവിടെ ദേവൻ തൻ്റെ കൂട്ടുകാരൻ ഹരിയുമായി നാണുനായരുടെ വിവരങ്ങൾ അറിയാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജനലഴികൾക്കിടയിലൂടെ മീര ദേവനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദേവാ, അച്ഛൻ ആ ചതിയന്മാരുടെ വാക്കുകൾ വിശ്വസിച്ച് നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച നിശ്ചയമാണ്. എന്നെ അവർക്ക് വിട്ടുകൊടുക്കരുതേ. മീരയുടെ കണ്ണീര് കണ്ട ദേവൻ്റെ ഉള്ളിൽ പ്രണയം ഇപ്പോൾ വലിയൊരു അഗ്നിയായി മാറി. ഇല്ല മീര, നിന്റെ ദേവൻ ജീവനോടെ ഉള്ളപ്പോൾ ആ വിവേകിൻ്റെ കൈകൾ നിന്റെ വിരലുകളിൽ തൊടാൻ ഞാൻ അനുവദിക്കില്ല. അടുത്ത ആഴ്ച ഈ പടിപ്പുരയിൽ വെച്ച് തന്നെ ഇതിനൊരു അവസാനമുണ്ടാകും എന്ന് ദേവൻ പറഞ്ഞു. മീരയെ ആശ്വസിപ്പിച്ചു. ആ ഇരുട്ടത്ത് ദേവൻ അവളെ ആരും കാണാതെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവിട്ടു. തമ്പിയുടെ പ്രഖ്യാപനത്തോടെ തറവാട്ടിൽ കല്യാണ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം ആരംഭിച്ചു. പന്തലിടാനും അലങ്കാരങ്ങൾ ചെയ്യാനുമായി ടൗണിൽ നിന്നും ആളുകൾ തറവാട്ടുമുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. മീരയുടെ മനസ്സിൽ വലിയൊരു മരണഭീതിയായിരുന്നു. അവൾ തൻ്റെ മുറിയിലെ കട്ടിലിരുന്ന് ആ മഷിപ്പേനയും നീലക്കടലാസുകളും നോക്കി ഒരുപാട് കരഞ്ഞു. ഇനി ദേവനൊരു രക്ഷകനായി വന്നില്ലെങ്കിൽ തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുമെന്ന് അവൾക്കുറപ്പായിരുന്നു. അതേസമയം ഗ്രാമത്തിലെ വായനശാലയിൽ ദേവനും ഹരിയും വലിയൊരു കെണിയൊരുക്കുകയായിരുന്നു. വിവേകിൻ്റെ കള്ളത്തരങ്ങൾ തമ്പിയുടെ മുന്നിൽ വെറുതെ പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കില്ലെന്ന് ദേവന് മനസ്സിലായി. അതുകൊണ്ട് വിവേക് ടൗണിലെ വലിയ ചൂതാട്ട കേന്ദ്രങ്ങളിൽ ഒപ്പിട്ട് നൽകിയ ആധാരങ്ങളുടെയും കടപ്പത്രങ്ങളുടെയും രേഖകൾ നേരിട്ട് സംഘടിപ്പിക്കാൻ ഹരിയെ ദേവൻ ടൗണിലേക്ക് അയച്ചു. ഇലക്ഷൻ ജയിച്ച ക്യാമ്പസ് ചെയർമാൻ എന്ന തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ടൗണിലെ വലിയ പോലീസ് ഓഫീസറുടെ സഹായം കൂടി ഉറപ്പാക്കാൻ ദേവൻ തീരുമാനിച്ചു. നിശ്ചയത്തിൻ്റെ തലേന്ന് രാത്രി നാണുനായർ രഹസ്യമായി വായനശാലയിലെത്തി. ദേവനെ കണ്ടു. ദേവാ, നാളെ രാവിലെ 10 മണിക്കാണ് നിശ്ചയം. വിവേകും കുടുംബവും വലിയൊരു സംഘവുമായാണ് വരുന്നത്. തമ്പുരാൻ നാട്ടുപ്രമാണിമാരെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. നീ എന്ത് ചെയ്യാനാണ് ഭാവം എന്ന് നാണുനായർ ആശങ്കയോട് ചോദിച്ചു. നാണും മാമ, നാളെ ലക്ഷ്മി വിലാസം തറവാടിൻ്റെ പടിപ്പുരയിൽ വെച്ച് ആ വിവേകിൻ്റെ മുഖം മൂടി ഞാൻ അഴിച്ചു മാറ്റും എന്ന് ദേവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. കല്യാണ നിശ്ചയത്തിൻ്റെ സുപ്രഭാതം ലക്ഷ്മി വിലാസം തറവാട്ടിലേക്ക് എത്തിച്ചേർന്നു. വലിയ പന്തലും നാദസ്വരത്തിൻ്റെ ശബ്ദവുമൊക്കെയായി തറവാട്ടുമുറ്റം ആകെ സജീവമായിരുന്നു. നാട്ടുപ്രമാണിമാരും ബന്ധുക്കളും പൂമുഖത്ത് നിറഞ്ഞു നിന്നു. മുറിയിൽ ചുവന്ന പട്ടുസാരിയെടുത്ത് കണ്ണീരൊഴുക്കി നിൽക്കുകയായിരുന്നു മീരയുടെ ഹൃദയം ദേവൻ്റെ വരവിനായി വല്ലാതെ തൊടിച്ചുകൊണ്ടിരുന്നു. 11 മണിയോടെ വിവേകും അവൻ്റെ അച്ഛൻ വിശ്വനാഥൻ മുതലാളിയും വലിയൊരു സംഘം ആളുകളുമായി പടിപ്പുര കടന്ന് അകത്തേക്ക് വന്നു. വിവേകിൻ്റെ മുഖത്ത് വലിയൊരു വിജയച്ചിരി ഉണ്ടായിരുന്നു. ശേഖരൻ തമ്പി അവരെ വലിയ ബഹുമാനത്തോടെ പൂമുഖത്തെ പ്രധാന കസേരകളിലേക്കിരുത്തി. നിശ്ചയത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങാനായി തമ്പി മീരയെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അമ്മയുടെ കൈ പിടിച്ച് സങ്കടത്തോടെ പൂമുഖത്തേക്ക് നടന്നു വന്ന മീര നേരെ നോക്കിയത് തറവാടിൻ്റെ പടിപ്പുരയിലേക്കാണ്. അവിടെ നാണുനായർ വലിയൊരു പരിഭ്രമത്തോടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ജോത്സ്യൻ നിശ്ചയ മോതിരങ്ങൾ എടുക്കാൻ ആവശ്യപ്പെട്ടു. വിവേക് തൻ്റെ പോക്കറ്റിൽ നിന്നും തിളങ്ങുന്ന സ്വർണ്ണമോതിരം എടുത്ത് മീരയുടെ വിരലുകൾ അണിയിക്കാൻ ഒരുങ്ങിയ ആ നിമിഷം, നിർത്തു തമ്പുരാനെ,
പടിപ്പുരയിൽ നിന്നും ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടു. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതാ ചെയർമാൻ്റെ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് വലിയൊരു ഗാംഭീര്യത്തോടെ ദേവൻ തറവാട്ടുമുറ്റത്തേക്ക് നടന്നു വരുന്നു. അവൻ്റെ തൊട്ടുപുറകിലായി ടൗണിലെ വലിയ പോലീസ് സബ് ഇൻസ്പെക്ടറും പോലീസുകാരും ഉണ്ടായിരുന്നു. ഹരിയുടെ കയ്യിൽ വലിയൊരു ഫയലും കാണാമായിരുന്നു. ദേവനെ കണ്ടതും വിവേകിൻ്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാറി. മാധവൻ്റെ മകൻ ഇവിടെ എന്താണ് കാര്യം? ഇവനെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത്? തമ്പി വല്ലാത്ത ദേഷ്യത്തോടെ എഴുന്നേറ്റ് ചോദിച്ചു. തമ്പുരാനെ, ഞാനിവിടെ വന്നത് നിങ്ങളുടെ മകളുടെ ജീവിതം ഒരു ചതിയൻ്റെ കയ്യിൽ അകപ്പെടുന്നത് തടയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ ഹരിയുടെ കയ്യിലിരുന്ന ഫയൽ വാങ്ങി തമ്പിയുടെ മുന്നിലെ മേശപ്പുറത്തേക്ക് വെച്ചു. വിവേക് ടൗണിലെ ഗുണ്ടകൾക്ക് ഒപ്പിട്ട് നൽകിയ കടപ്പത്രങ്ങളുടെ യഥാർത്ഥ രേഖകളും അവൻ ജയിലിൽ കിടന്നതിൻ്റെ പോലീസ് ഫയലുകളുമായിരുന്നു അത്. പോലീസ് ഇൻസ്പെക്ടർ മുന്നോട്ട് വന്ന് തമ്പിയോട് പറഞ്ഞു. ശേഖരൻ തമ്പി മുതലാളി, ഈ വിവേക് വലിയൊരു തട്ടിപ്പുകാരനാണ്. ടൗണിലെ വലിയൊരു കേസ് ഇയാൾക്കെതിരെ വാറണ്ടുണ്ട്. നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് ഇയാൾ ഈ കല്യാണത്തിന് വന്നത്. തെളിവുകൾ കണ്ട ശേഖരൻ തമ്പിയുടെ കയ്യിലിരുന്ന ചായക്കപ്പ് താഴെ വീണ് തകർന്നു. നാട്ടുപ്രമാണിമാരുടെ മുന്നിൽ വെച്ച് വിവേകിൻ്റെ മുഖംമൂടി പൂർണ്ണമായി അഴിഞ്ഞുവീണ നിമിഷമായിരുന്നു അത്. വിവേകിൻ്റെ പോലീസ് വിലങ്ങണിച്ച് ടൗണിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ നാടകീയമായ ചില സംഭവങ്ങളാണ് അരങ്ങേറിയത്. കനത്ത മഴ പെയ്യുന്ന കാട്ടുപാതയിലൂടെ പോലീസ് ജീപ്പ് നീങ്ങുമ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ വിവേകിൻ്റെ ഗുണ്ടകൾ ജീപ്പിന് മുന്നിലേക്ക് ഒരു വലിയ മരം മുറിച്ചിട്ടു. ജീപ്പ് പെട്ടെന്ന് നിർത്തിയ ആ നിമിഷം ഇരുട്ടിൽ നിന്നും ആയുധങ്ങളുമായി ചാടി വീണ ഗുണ്ടകൾ പോലീസുകാരെ ആക്രമിക്കുകയും ആ ബഹളത്തിനിടയിൽ വിവേക് വിലങ്ങുകളോടെ പോലീസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. പ്രതികാരം ചെയ്യണമെന്ന അന്ധമായ ദേഷ്യത്തോടെ അവൻ നേരെ പാഞ്ഞത് ലക്ഷ്മി വിലാസം തറവാടിൻ്റെ പിൻഭാഗത്തേക്കായിരുന്നു. അർദ്ധരാത്രിയിൽ തറവാട്ടിലെ എല്ലാവരും ഉറക്കത്തിലായ സമയം നോക്കി വിവേകും അവൻ്റെ ഗുണ്ടകളും മേരിയുടെ മുറിയുടെ ജനൽപ്പാളികൾ തകർത്ത് അകത്തേക്ക് അതിക്രമിച്ചു കയറി. ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. അവർ അവളെ ഒരു കറുത്ത വണ്ടിയിലേക്ക് ബലമായി തള്ളിക്കയറ്റി. ആരുമില്ലാത്ത ദൂരെയുള്ള ഒരു കാട്ടുപ്രദേശത്തെ ഉപേക്ഷിക്കപ്പെട്ട വലിയൊരു ഗോഡൗണിലേക്ക് തട്ടിക്കൊണ്ടുപോയി. തന്നെ അപമാനിച്ച ദേവനോടും മീരയോടും അച്ഛനോടും പകരം വീട്ടാൻ മീരയുടെ മാനവും ജീവിതവും തകർക്കവും മാത്രമാണ് വഴിയെന്ന് വിവേക് ഉറപ്പിച്ചിരുന്നു. ആ വിജനമായ കെട്ടിടത്തിനുള്ളിൽ വെച്ച് വിവേക് വന്യമായ ഭാവത്തോടെ മീരയ്ക്ക് നേരെ അടുത്തു. അവൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ ക്രൂരമായി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ പിടിവലിക്കിടിയിൽ മീരയുടെ മേൽവസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞു. അവളുടെ നീണ്ട മുടിയിഴകൾ അഴിഞ്ഞുലഞ്ഞു. ദേഹമാകെ പോറലുകളേറ്റ് വല്ലാതെ പരിക്കേറ്റു. വിവേക് അവളെ പൂർണ്ണമായി നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് ദയയില്ലാതെ അണഞ്ഞ ആ അവസാനത്തെ നിമിഷത്തിലാണ് കെട്ടിടത്തിൻ്റെ വലിയ ഇരുമ്പ് വാതിൽ ഇടിമുഴക്കത്തോടെ തകർന്നു വീണത്. ഒരു കൊടുങ്കാറ്റുപോലെ അവിടേക്ക് ദേവനും കൂട്ടുകാരൻ ഹരിയും പോലീസും പാഞ്ഞെത്തി. നാണുനായർ തറവാട്ടിൽ മീരയുടെ മുറി തുറന്ന് കിടക്കുന്നത് കണ്ട് ഉടൻ തന്നെ ടൗണിലേക്കുള്ള ദേവനെ വിവരം അറിയിച്ചതുകൊണ്ട് അവർ കൃത്യസമയത്ത് ആ സ്ഥലം കണ്ടെത്തി എത്തുകയായിരുന്നു. ദേവൻ ദേഷ്യത്തോടെ വിവേകിന് നേരെ പറന്നു ചെന്ന് അവനെ അടിച്ച് നിലംപരിശാക്കി. പോലീസുകാർ വിവേകിനെയും ഗുണ്ടകളെയും വീണ്ടും കസ്റ്റഡിയിലെടുത്തു. വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ് ഭയം കൊണ്ട് വിറച്ച് കരയുകയായിരുന്ന മീരയുടെ അരികിലേക്ക് ഓടിയെത്തിയ ദേവൻ തൻ്റെ ഷർട്ട് ഊരി അവളെ ധരിപ്പിച്ചു. എന്നിട്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. നേരം പുലരാറായപ്പോൾ ദേവൻ മീരയെ താങ്ങിപ്പിടിച്ച് ലക്ഷ്മി വിലാസം തറവാടിൻ്റെ പൂമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളോടെ തലമുടി അഴിഞ്ഞുലഞ്ഞ് ദേഹമാകെ ചോരപ്പാടുകളുമായി നിൽക്കുന്ന ഒരേ ഒരു മകളുടെ ആ ദയനീയമായ കോലം കണ്ട ശേഖരൻ തമ്പിയുടെ നെഞ്ച് തകർന്നുപോയി. നാട്ടുപ്രമാണിയായ അച്ഛൻ തൻ്റെ എല്ലാ അഹങ്കാരവും മറന്ന മകളെ കെട്ടിപ്പിടിച്ചു ഒച്ചത്തിൽ കരഞ്ഞു. വിവേക് അവളെ പൂർണ്ണമായും നശിപ്പിച്ചിരുന്നില്ലെങ്കിലും ആ രാത്രിയിലെ തട്ടിക്കൊണ്ടുപോകൽ ആ സുന്ദരമായ ഗ്രാമത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി പടരാൻ തുടങ്ങുകയായിരുന്നു. ആ രാത്രിയിലെ തട്ടിക്കൊണ്ടുപോകലിന് ശേഷം മീരയുടെ ജീവിതത്തിൽ വലിയൊരു ഇരുണ്ട കാലഘട്ടമാണ് ഉണ്ടായത്. വിവേക് അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചതേയുള്ളൂവെങ്കിലും ആ നാട്ടുമ്പുറത്തെ മനുഷ്യർ അവളെ ഒരു പിഴച്ചവളായും ശകുനപ്പിഴയായും കാണാൻ തുടങ്ങി. കല്യാണപ്പന്തലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട് വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ് തിരിച്ചെത്തിയ തറവാട്ടിലെ പെൺകുട്ടിയെ നാട്ടുകാർ ആകെ ഒറ്റപ്പെടുത്തി. അവൾ കടന്നു പോകുമ്പോൾ ആളുകൾ മുഖം തിരിക്കുകയും അപവാദങ്ങൾ പറയുകയും ചെയ്തു. തറവാട്ടിൻ്റെ പ്രൗഢിയെല്ലാം നശിച്ച് ശേഖരൻ തമ്പിയും കുടുംബവും വല്ലാത്തൊരു വലിയ സങ്കടത്തിലായി. ആ നാണക്കേട് കാരണം മീരയുടെ വിവാഹാലോചനകളെല്ലാം പൂർണ്ണമായും നിന്നുപോയി.
അവരുടെ കുടുംബം വലിയൊരു മാനസിക വിഷമത്തിലൂടെയാണ് പിന്നീട് കടന്നുപോയത്. എന്നാൽ ഈ കഠിനമായ 8 വർഷക്കാലവും മീരയെ ആകെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ദേവൻ്റെ ആ നീലക്കടലാസുകളായിരുന്നു. നാണുനായർ മാത്രം അറിഞ്ഞുകൊണ്ട് ദേവനും മീരയും തങ്ങളുടെ പ്രണയം കത്തുകളിലൂടെ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. ടൗണിൽ വലിയൊരു നേതാവായി വളർന്നപ്പോഴും പിന്നീട് സിവിൽ സർവീസ് പരീക്ഷ എഴുതി വലിയൊരു റാങ്കോടെ പുതിയ കളക്ടറായി നിയമനം ലഭിച്ചപ്പോഴും ദേവൻ്റെ നെഞ്ചിലും ആ പഴയ വായനശാലയിലെ മീരയുടെ പുഞ്ചിരി മാത്രമാണ് ഉണ്ടായിരുന്നത്. താൻ വലിയൊരു നിലയിലെത്തിയാലേ മീരയുടെയും അച്ഛൻ്റെയും ഈ നാടിൻ്റെയും മുന്നിൽ അവളെ ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന് ദേവന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം ഒരു സുന്ദരമായ രാവിലെ ലക്ഷ്മി വിലാസം തറവാടിൻ്റെ മുന്നിലേക്ക് ചുവന്ന ലൈറ്റ് വെച്ച ഒരു ഔദ്യോഗിക കളക്ടറുടെ വണ്ടി വന്നു നിന്നു. വണ്ടിയിൽ നിന്നും വലിയൊരു പദവിയുടെ ഗാംഭീര്യത്തോടെ ദേവൻ ഇറങ്ങി. അവനൊപ്പം അച്ഛൻ മാധവേട്ടനും ഉണ്ടായിരുന്നു. പുതിയ കളക്ടറായി ചാർജ് എടുത്ത ശേഷം ദേവൻ ആദ്യമായി എത്തിയത് തൻ്റെ പ്രണയിനിയെ തേടിയായിരുന്നു. ശേഖരൻ തമ്പി പൂമുഖത്തേക്ക് ഓടി വന്നു. പഴയ പത്രാസെല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്തൊരു സങ്കടത്തിലിരുന്ന തമ്പിയുടെ മുന്നിലേക്ക് ദേവൻ വന്ന് വളരെ വിനയത്തോടെ കൈകൂപ്പി നിന്നു. തമ്പുരാനെ, ഞാൻ അന്ന് വായനശാലയിലെ പുസ്തകം നോക്കിയിരുന്ന പഴയ പോസ്റ്റ്മാൻ്റെ മകൻ ദേവനാണ്. അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? ദേവൻ തൻ്റെ മനസ്സ് തുറന്നു ചോദിച്ചു. ആ നാട്ടിലെ പുതിയ കളക്ടർ തൻ്റെ മകളെ പെണ്ണ് ചോദിച്ചു വന്നത് കേട്ടപ്പോൾ ശേഖരൻ തമ്പിയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ ഒഴുകി. തൻ്റെ മകളെ ശകുനപ്പിഴയായി കണ്ട നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കളക്ടറുടെ ഭാര്യയായി അവൾ തലയുയർത്തി നിൽക്കാൻ പോകുന്നതോർത്ത് ആ അച്ഛൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. തമ്പി ദേവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു. ദേവാ, എൻ്റെ മകളെ നീ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം. ദേവൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് തമ്പി പറഞ്ഞു. അകത്തെ മുറിയുടെ ജനലഴികളിൽ ഇതെല്ലാം കേട്ട് നിന്ന് മീരയുടെ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിൻ്റെ കണ്ണീർത്തുള്ളികൾ ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ തൻ്റെ കയ്യിലിരുന്ന പഴയ മഷിപ്പേനയും നീലക്കടലാസും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. 8 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും വിരഹത്തിനുമൊടുവിൽ ആ നാട്ടിൻപുറത്തെ വലിയ പടിപ്പുരയിൽ വെച്ച് ദേവനും മീരയും ഒന്നാവുകയായിരുന്നു. വായനശാലയിലെ പുസ്തകത്താളുകളിൽ വിരിഞ്ഞ ആ വിൻറ്റേജ് പ്രണയം അങ്ങനെ ശുഭപര്യവസാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതോടെ ഈ കഥ അവസാനിച്ചു.